യഥാർത്ഥത്തിൽ തൃശ്ശൂരിൽ നിന്ന് BJPക്ക് ഒരു MP ഉണ്ടായിരിക്കുന്നു. അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു MP ഉണ്ടായിരിക്കുന്നു. ഇതുവരെ BJPക്കെതിരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ രാജ്യസഭയിലൂടെയല്ലേ MP ഉണ്ടാക്കുന്നത്, നിങ്ങൾ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കൂടെ ഒരു MLAയോ MPയോ നിങ്ങൾ വിജയിപ്പിച്ചിട്ടില്ല, നിയമത്ത് ഉണ്ടായിരുന്നു പക്ഷെ അത് പോയി എന്നൊക്കെ പറഞ്ഞ് ട്രോൾ ചെയ്യുന്ന ആളുകൾക്ക് വലിയൊരു തിരിച്ചടിയായിരുന്നു സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലെ വിജയം. തൃശ്ശൂർ എന്ന് പറയുന്നത് താരതമ്യേന BJPക്ക് അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ഒന്നുമല്ല. അവിടെയാണ് ഈ പറയുന്ന ഭൂരിപക്ഷം ക്രിസ്ത്യൻ ഏരിയയിൽ നിന്ന് വിജയിച്ച് വന്നിരിക്കുന്നു സുരേഷ് ഗോപി. ആ സംഭവം നടന്നത് മുതൽ സുരേഷ് ഗോപിയോടുള്ള ചൊരുക്ക് ഇവർക്ക് ഒരു കാലത്തും മാറിയിട്ടില്ല. സങ്കടം ഉള്ളിൽ തന്നെ ഉണ്ട്, തികട്ടി വരികയാണ്. അതിൻ്റെ ഭാഗമായി പല മാധ്യമ പ്രവർത്തകരും, അതായത് പല മാധ്യമ പ്രവർത്തകർക്കും സുരേഷ് ഗോപിയോടൊന്ന് മേക്കിട്ട് കയറിയാൽ ഒന്ന് പ്രശസ്തനാകാം, ഒന്ന് ഞാൻ എന്തോ ഹീറോ ആയി, എൻ്റെ നിലപാട് പറഞ്ഞു, ഇത് കേരളത്തിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരോട് ഇവന്മാർ പോയി കാണിക്കില്ല എന്നുള്ളതാണ്. ഇവിടുത്തെ വിഷയത്തിലേക്ക് വന്നാൽ സുരേഷ് ഗോപി വളരെ കൃത്യമായി ഇന്നലെ ഒരു അഭിപ്രായം പറഞ്ഞു. ഇവിടെ ഇപ്പൊ ആ അഭിപ്രായത്തിന് ചൊല്ലി ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സുരേഷ് ഗോപി ഗോത്ര വിഭാഗങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഗോത്രീയ സമൂഹത്തിന് വേണ്ടി എന്തുമാത്രം തന്റെ കയ്യിൽ നിന്ന് സ്വന്തമായിട്ട് പൈസ എടുത്ത് ചെലവാക്കിയ ആളാണെന്ന് ഇവിടുത്തെ പൊതുസമൂഹം മനസ്സിലാക്കണം, മാധ്യമങ്ങളും മനസ്സിലാക്കണം. അദ്ദേഹത്തിന് അത്തരം രീതിയിലുള്ള വേർതിരിവ് ഒരിക്കലും അദ്ദേഹം ഇത്തരം സമൂഹത്തിനോടോ അല്ലെങ്കിൽ അത്ര സമുദായത്തിൽ ജീവിക്കുന്ന ആളുകളോടോ കാണിച്ചിട്ടില്ല. ഇവിടുത്തെ രാഷ്ട്രപതി എന്ന് പറയുന്നത് ദ്രൗപദി മുർമു എന്ന് പറയുന്നത് ഗോത്ര വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ്. അപ്പൊ അത്തരം ആളുകളെയൊക്കെ ഏറ്റവും ഉന്നത രാജ്യത്തിന്റെ പ്രഥമ സ്ഥാനീയാണല്ലോ ഈ രാഷ്ട്രപതി എന്ന് പറയുന്നത്. അവിടെ പോലും ഗോത്ര വിഭാഗത്തെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സുള്ള ഒരു സർക്കാരാണ് ഇവിടുത്തെ BJP സർക്കാർ എന്ന് പറയുന്നത്. കോൺഗ്രസിനുണ്ടോ അല്ലെങ്കിൽ CPM-നുണ്ടോ?